നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി സച്ചേട്ടൻ പറഞ്ഞ പോലെ ഡോക്ടർ ഖാദറിന്റെ ഏതെങ്കിലും ശത്രുക്കളായിരുന്നെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി 2 പേരിൽ ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ ഗുണ്ടയെ വിളിച്ച ആളുടെ പേര് അർച്ചനയ്ക്ക് കേട്ടാ മനസ്സിലാവും. ഷാഹിർ മുഹമ്മദ്. സന്ധ്യ ഡോക്ടർ 90% ഈ ട്രീറ്റ്മെന്റ് സക്സസ് ആവുമെന്ന് പറയുമ്പോഴും ബാക്കിയുള്ള 10%-ലാണ് എന്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്. ഇപ്പൊ സച്ചേട്ടൻ പറഞ്ഞ പോലെ നമുക്കൊരു കാത്തിരിപ്പുണ്ട്. ഞാനും സച്ചേട്ടനും സന്ധ്യ ഡോക്ടറും വായിക്കുന്ന ആ 10% കണക്കില ഇനി മുന്നോട്ടുള്ള നമ്മുടെ ജീവിതമെങ്കിൽ ഈ ട്രീറ്റ്മെന്റോടുകൂടി നമ്മുടെ കാത്തിരിപ്പ് അവസാനിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സച്ചേട്ടാ? ചിലപ്പോഴൊക്കെ ഈ ഒരു ആലോചന എന്നെ വല്ലാതെ തളർത്തുന്നുണ്ട്. അങ്ങനൊരു ഭയം എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഞാനായിട്ട് തന്നെ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടെന്ന് കരുതി. താനും അങ്ങനെ തന്നെ തീരുമാനിക്കണം. എന്നിട്ട് ആ 90% തന്നെ വിശ്വസിക്കണം. വിശ്വാസം ഒരു പരിധിവരെ വിജയത്തിന് കാരണമാവുകയുള്ളൂ. നോക്ക്, അതുകൊണ്ട് മറ്റൊന്നിനെക്കുറിച്ചും ആലോചിക്കണ്ട. ബാക്കിയെല്ലാം മറന്ന് സന്ദീപനെ ആദരിക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് നല്ലൊരു പേര് കണ്ടുവയ്ക്ക്. നമ്മുടെ കുഞ്ഞിന് താൻ ഇടാൻ വെച്ചിരിക്കുന്ന പേര് പോലെ നല്ലൊരു പേര്. ദേ, നെല്ലിശ്ശേരിയിലെ ആദ്യത്തെ കുഞ്ഞാ. പേര് ഗംഭീരമാവണം. അർച്ചനയോട് നമ്മൾ സത്യം പറഞ്ഞിട്ടില്ല. അപ്പോ അർച്ചന അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റ് പറയാനും ആകില്ല. എനിക്ക് ഡോക്ടർ ഒരു ഉപകാരം ചെയ്യാമോ? എന്തുപകാരം? പറയാം. അർച്ചനയ്ക്കും സച്ചിക്കും ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല. ഡോക്ടർ, ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? കുഴപ്പമില്ല, ക്ഷീണം വിട്ട് മാറുന്നില്ല. അവര് ഡോക്ടറെ ഉപദ്രവിച്ചോ? ദേഹോപദ്രവമൊന്നും ഉണ്ടായില്ല. എല്ലാം കൊണ്ടും പെട്ടെന്ന് ഷോക്ക്ഡായി പോയി. ഞാനിതൊട്ടും പ്രതീക്ഷിച്ചതല്ല.
ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്നും കരുതിയതല്ല. ഡോക്ടർ എന്താ പോലീസിനോട് പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞത്? ആരാന്ന് പറഞ്ഞ പരാതി കൊടുക്കുന്നത്? അറിഞ്ഞൂടാത്ത സ്ഥലം, അറിയാത്ത ആളുകൾ, കിഡ്നാപ്പ് ചെയ്തത് എന്തുദ്ദേശത്തിലായിരുന്നെന്ന് പോലും അറിയില്ല. എന്തായാലും അവരുടെ ഉദ്ദേശം നടന്നിട്ടില്ല. അതുകൊണ്ടാവും അവിടെ തന്നെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയത്. നിങ്ങൾ സംസാരിക്കേ. അർച്ചന, സച്ചിയോട് ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണ്. എനിക്കറിയാം ഇതിന് പിന്നിൽ ആരാണെന്നുള്ള കാര്യം. എനിക്കും ചില സംശയങ്ങളുണ്ടായിരുന്നു ഡോക്ടർ. പക്ഷേ അതിന് ബാംഗ്ലൂരിൽ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് മനസ്സിലാവാത്ത. ഞാൻ ഈ നാട്ടിൽ നിന്ന് മാറിയാലേ അവരുടെ ഉദ്ദേശം നടക്കുമായിരുന്നുള്ളൂ. അവർക്കറിയാം ഇക്കയുടെ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ ഞാനങ്ങ് ചെല്ലുമെന്ന്. ധനുഷിന്റെ സ്നേഹയുടെ വിവാഹം നടക്കുന്ന സമയത്ത് അർച്ചന തനിച്ചാവണം. അത് തന്നെയായിരുന്നു ഉദ്ദേശം. വിവാഹം മുടങ്ങിയപ്പോ അവരെന്നെ അവിടെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. ഇതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുന്നത് നമ്മൾ തന്നെയല്ലേ ഡോക്ടർ? ഇനി സച്ചേട്ടൻ പറഞ്ഞ പോലെ ഡോക്ടർ ഖാദറിന്റെ ഏതെങ്കിലും ശത്രുക്കളായിരുന്നെങ്കിലോ? അങ്ങനെ വരാൻ വഴിയില്ല. കാരണം എന്നെ ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകുന്ന വഴി 2 പേരിൽ ഒരാൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ആ ഗുണ്ടയെ വിളിച്ച ആളുടെ പേര് അർച്ചനയ്ക്ക് കേട്ടാ മനസ്സിലാവും. ഷാഹിർ മുഹമ്മദ്. ഹലോ, ഷാഹിർ മുഹമ്മദ് സാർ. ആളെ കിട്ടിയിട്ടുണ്ട്. ശരി സാർ. ഇപ്പൊ അർച്ചനയ്ക്ക് സംശയമൊക്കെ മാറിയില്ലേ? ഇത് അന്ന് അറിയാതെ പോയി. ഡോക്ടറുടെ കിഡ്നാപ്പിംഗ് കേസ് ധനുഷ് ഇതുവരെ സമ്മതിച്ചില്ലെന്നാ CI മാഡം പറഞ്ഞത്. അന്ന് ഞാൻ ചോദിച്ചിട്ടും അവൻ മിണ്ടാതെ നിന്നതേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് പോലീസിനോട് പറയായിരുന്നു. അതൊരു വലിയ വാർത്തയായി എന്റെ കരിയറിനെ കൂടി ബാധിക്കുമെന്ന് കരുതിയേ ഞാൻ പറയാതിരുന്നത്. ഇപ്പൊ ചെയ്തു വെച്ചതിന്റെ ശിക്ഷ തന്നെ അവൻ താങ്ങൊന്നും തോന്നുന്നില്ല. എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഞാനങ്ങ് മറന്നാ പോരെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.